വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഒരുപാട് നാളായി ലോങ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു ലോങ് വീഡിയോ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഇന്ന് നമുക്ക് വർക്കുണ്ട്. അപ്പോൾ വർക്കുള്ള ഒരു ദിവസം എങ്ങനെയൊക്കെയാണ് പോകുന്നത് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മുടെ ബ്രൈഡിന്ന് ഒരു 7:30 ആകുമ്പോൾ നമ്മുടെ സ്റ്റുഡിയോയിലോട്ട് വരും. ഒരു കുഞ്ഞു ഹോം സ്റ്റുഡിയോ ഉണ്ട്, നമുക്ക് അവിടെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു 6:45 കഴിഞ്ഞപ്പോഴാണ് എണീറ്റത്. കാരണം അടുത്താണല്ലോ, അപ്പോൾ പെട്ടെന്ന് പോകാൻ വിചാരിച്ച് എണീറ്റു. പിന്നെ പല്ലൊക്കെ തേച്ചൊന്ന് ഫ്രഷ് ആയതിനു ശേഷം വന്ന് വെള്ളം കുടിച്ചു. ഞാൻ എന്ന് രാവിലെ വെള്ളം മാക്സിമം കുടിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് നേരം ഇരുന്നിട്ടാണ് പിന്നെ റെഡി ആവാനൊക്കെ പോയത്. നമ്മൾ ഓൾറെഡി ഇന്നലെ ഞാൻ സാധനങ്ങളെല്ലാം എടുത്ത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി റെഡിയായാൽ മാത്രം മതി. ചെന്ന് ഡ്രസ്സെല്ലാം മാറി പിന്നെ ഒരു ലിപ്സ്റ്റിക്ക് മാത്രമാണ് ഇട്ടോ, കാരണം വേറെ മേക്കപ്പ് ഒന്നും ചെയ്യാനുള്ളൊരു ഇതെനിക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ടു. ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞാൻ പോകാനായിട്ട് റെഡി. അപ്പം നല്ല വെളിച്ചം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 7 മണിയൊക്കെ ആയി ഞാൻ ഇറങ്ങിയൊക്കെ നിന്നപ്പോൾ. അപ്പം നമ്മൾ നേരെ അവിടോട്ടാണ് പോകുന്നത്. ചേട്ടൻ്റെ വീട്ടിലാണ് കേട്ടോ ഹോം സ്റ്റുഡിയോ ഇട്ടിരിക്കുന്നത്. സ്റ്റുഡിയോയിൽ അങ്ങനെ ഒരുപാട് മേക്കപ്പ് ചെയ്യാറില്ല. കൂടുതൽ ഞാൻ അവരുടെ വീട്ടിൽ സ്ഥലത്ത് പോയിട്ടാണ് ചെയ്യുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതേ വന്നു. അപ്പോൾ ഇവിടെ ഒരു കുഞ്ഞ് സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന് മുന്നത്തെ വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ലോങ് വീഡിയോസിലൊക്കെ. അങ്ങനെ ഞാൻ പോയപ്പോൾ അപർണ വന്നിട്ടുണ്ടായിരുന്നില്ല. അപർണ ഉറക്കമാണ്, ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. അപ്പോൾ അതേ അവൾ ഉറങ്ങി എണീറ്റ് വരികയാണ്. മേക്കപ്പ് ഒന്നും ഇല്ല, മേക്കപ്പ് ഒന്നും ഇടാണ്ട് കാണിക്കരുതെന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരം പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ഞാൻ മേക്കപ്പ് ഇടാതെ അവളെ കാണിച്ചു. അപ്പോൾ ഞാൻ ഓൾറെഡി സാധനങ്ങളെല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബ്രൈഡ് വരാൻ കുറച്ച് ലേറ്റാണ്. ഞങ്ങളിങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അപർണയുടെ ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴാണ് നമ്മൾ ഒരാളെ കണ്ടത്. ഇവിടെ മേളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടിൽ ഒരു പട്ടിക്കുട്ടിയുണ്ട്. അതും ബീഗിളാണ്, നമ്മളെ ചോക്കോനെ പോലെ. ചോക്കോ ഇതിൻ്റെ ലെമൺ വൈറ്റ് ആണ്. ബീഗിളിൽ ലെമൺ വൈറ്റ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ അതേ അവൻ്റെ കൂടെ കുറച്ച് നേരം സംസാരിച്ചുകൊണ്ടിരുന്നു. പേരൊന്നും നമുക്ക് അറിഞ്ഞോണ്ട് ഇങ്ങനെ കെട്ടിയിട്ട് നല്ല ഗുണ്ടുമണിയായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം അവനെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നു നമ്മൾ. അങ്ങനെ ഫൈനലി കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ബ്രൈഡ് വന്നു. ഇതാണ് ഞാൻ എപ്പോഴും അവരുടെ വീട്ടിൽ ചെന്നിട്ട് വർക്ക് ചെയ്യുന്നത്. കാരണം നമ്മൾ അതാകുമ്പോൾ കറക്റ്റ് സമയമാകുമ്പോൾ നമ്മുടെ അവരുടെ വീട്ടിലെത്തും. ബ്രൈഡ് ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് ലേറ്റ് ആവും, ട്രാഫിക് എന്തെങ്കിലുമൊക്കെ കുറച്ച് ലേറ്റ് ആവും. അപ്പോൾ ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് അങ്ങോട്ട് പോയി ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ ബ്രൈഡ് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പിന്നെ ഇവിടെ വെച്ച് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു സട്ടിലായിട്ടുള്ള ഒരു മേക്കപ്പാണ്. കാരണം എൻഗേജ്മെൻ്റ് ആണ്, വളയിടൽ ചടങ്ങ്. എൻഗേജ്മെൻ്റ് ആയിട്ടില്ല, ഒരു വളയിടൽ ചടങ്ങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു കുഞ്ഞ് മേക്കപ്പാണ് നമ്മൾ ചെയ്ത് കൊടുത്തത്. സ്കിൻ ഫിനിഷിലാണ് കേട്ടോ ചെയ്തത്. ഒരുപാട് പുട്ടിയൊന്നും അടിക്കാണ്ട് ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു മേക്കപ്പാണ് ചെയ്തത്. അപ്പോൾ ഞാൻ സീരിയസ് ആയിട്ട് നിന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ഞാൻ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ മുഖം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മേക്കപ്പ് ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബിഗ് ഡേക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോ കസിൻസിനോ ആരുടെയെങ്കിലും ബിഗ് ഡേക്ക് നിങ്ങൾക്ക് വിളിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട. ഞാൻ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തേക്കാം. അതിൽ കയറി നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വർക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട. അങ്ങനെ നമ്മുടെ ഒരു മേക്കപ്പ് ഇവിടെ കഴിഞ്ഞിരിക്കണം. അപ്പോൾ അതിനുശേഷം നമ്മൾ ഓർണമെന്റ്സ് എല്ലാം ഇട്ട് അപ്പോൾ അപർണയാണ് എനിക്ക് സഹായിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ സ്കിൻ ഫിനിഷ് മേക്കപ്പാണ് കേട്ടോ. ലിപ്സ് മാത്രം ചെറുതായിട്ടൊന്ന് ഡാർക്ക് ചെയ്തിട്ട് ബാക്കി എല്ലാം ഒരു സ്കിൻ ഫിനിഷിലാണ് കൊടുത്തത്. ഒരു ഗ്ലോയി കൈൻഡ് ഓഫ് മേക്കപ്പാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബ്രൈഡിന് അനുസരിച്ചിട്ടാണ് കേട്ടോ, ബ്രൈഡിൻ്റെ ആവശ്യം എന്താണോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ മേക്കപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബ്രൈഡിൻ്റെ ഫുൾ ലുക്ക് ഇതാണ്. ഹാഫ് സാരി ആയിരുന്നു കേട്ടോ, നേരിയതിൻ്റെ ഒരു ഹാഫ് സാരി ആയിരുന്നു. നല്ലതായിരുന്നു, ഒരു സിമ്പിളായിരുന്നു. ബ്ലൗസിൽ മാത്രം കുറച്ച് ഹെവി വർക്ക് ചെയ്തിട്ടുള്ള നല്ല അടിപൊളിയായിരുന്നു. നേരിട്ട് കാണാൻ ഇതിലും ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ ഇടാനായിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളെല്ലാം എടുത്തു. എന്നിട്ട് അവർക്ക് ടാറ്റയ്ക്ക് കൊടുത്ത് പറഞ്ഞു വിട്ടതിന് ശേഷം ഞാൻ ബാഗെല്ലാം പാക്ക് ചെയ്തപ്പോൾ ഇനി ഇതെല്ലാം കൊണ്ട് വീട്ടിലോട്ട് പോകണം. അപ്പം ഞാൻ ബാഗെല്ലാം പാക്ക് ചെയ്തപ്പോൾ അപർണ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കും നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു, അവൾക്കും ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഇന്നലെ രാത്രി കിടന്നപ്പോൾ നല്ല ലേറ്റായി പോയി. ഉറങ്ങണമെന്ന് വിചാരിച്ച് കിടന്നതാണ്, പക്ഷെ നല്ല ലേറ്റായി പോയി. പിന്നെ അപർണ അവിടേക്കൊന്ന് ക്ലീൻ ചെയ്യുകയാണ്. ഞാനിപ്പം നമ്മളെ ടിഷ്യൂ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവളാണ് എനിക്ക് ക്ലീൻ ചെയ്യാനായിട്ട് സഹായിച്ചത്. ഞാൻ ഒറ്റയ്ക്കിരുന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. ഇത് എന്നെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി അരതടം വന്ന് ഓരോ കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എപ്പോൾ വീഡിയോ എടുക്കാൻ ഫോൺ എടുത്തു കഴിഞ്ഞാലും ബാക്ക്ഗ്രൗണ്ടിൽ വന്നിട്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. ഈ ടവലൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അരന്നിട്ട് എപ്പോഴും ചെയ്യും. ചോക്കോടെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കാണുമ്പം അരന്തട്ടൻ ഇല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമാണ്. അവൾ ഫുൾ ഡേ എൻ്റെ കൂടെയൊക്കെ ഇരിക്കും. പക്ഷേ അരന്തട്ടൻ ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അവളുടെ സ്വഭാവമൊക്കെ ആകെ മാറും. പിന്നെ ഞാൻ വിളിച്ചാൽ വരൂല, എന്നെ മൈൻഡ് ചെയ്യൂല. ഞാൻ ചോക്കോ എന്ന് വിളിച്ചാലും കണ്ടാലും കാണാത്ത പോലെയൊക്കെ ഇരിക്കും. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുവള്. നല്ല രീതിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു. കുറേ നേരം പിടിച്ചു വെച്ച് നോക്കി, പക്ഷെ ഉറങ്ങാതിരിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ ആ സോഫയിൽ തന്നെ കുറച്ചു നേരം കിടന്ന് ഉറങ്ങി.
അങ്ങനെ ഒരു 1.5 മണിക്കൂറൊക്കെ ഒരു കുഞ്ഞുറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റു. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കണം. കാരണം അരയന്തട്ട് എന്തായാലും ഞായറാഴ്ച ഒരു ദിവസമാണ് ആകെ വീട്ടിൽ നിൽക്കുന്നത്. അപ്പോൾ അതിന് എന്തെങ്കിലും നല്ലത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉറക്കപ്പിച്ചിലാണ് കേട്ടോ ഞാൻ വരുന്നത്. ആ ഉറക്കമൊന്നും ശരിയാവാത്തത് കൊണ്ട് ഉറക്കപ്പിച്ചിലാണ് എണീറ്റ് വരുന്നത്. അപ്പോൾ ആരും തന്നെ പോയി ചിക്കനും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ വീട്ടിൽ എന്തൊക്കെ ഇല്ലയെന്ന് പറഞ്ഞിട്ട് ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ സംഭവം കുറച്ച് കുറവായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ വിളിച്ച് പറഞ്ഞു വാങ്ങിച്ചുകൊണ്ട് വരാനായിട്ട്. ഇന്ന് എല്ലാവർക്കും ചിക്കൻ ബിരിയാണി മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് എപ്പോഴും ഇത് മാത്രം ഉണ്ടാക്കാൻ അറിയാവോ എന്നൊന്നും വിചാരിക്കരുത്. കാരണം ഇവിടെ കൂടുതൽ എല്ലാവർക്കും ഇഷ്ടം ചിക്കൻ ബിരിയാണി കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്നതിൽ ഇഷ്ടം അതാണ്. അപ്പോൾ അപർണയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്കും ചിക്കൻ ബിരിയാണിയൊക്കെ കഴിക്കണം, ഒരുപാട് ദിവസമായി ഞാൻ ഉണ്ടാക്കി കഴിച്ചിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ഓൾറെഡി എൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കി കഴിയുമ്പോൾ പുള്ളിക്കാരി വരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഉണ്ണിക്കായിരുന്നാലും ഇവിടെ എല്ലാവർക്കും ബിരിയാണിയാണ് ഇഷ്ടം. പരന്തണ്ണന് ബിരിയാണി വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചേട്ടൻ വാങ്ങിച്ചുകൊണ്ട് വരുന്നതിന് മുന്നേ തന്നെ ഞാൻ സവോള എല്ലാം അരിഞ്ഞ് ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മാരിനേറ്റ് ചെയ്യേണ്ട പൊടികളും കാര്യങ്ങളും എല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് തന്നെ ഉണ്ടാക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഉണ്ടാക്കി കേട്ടോ, കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. 12:45 കഴിഞ്ഞു സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ തന്നെ. പിന്നെ ഏകദേശം 1 മണിയായപ്പോഴാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അപർണ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് പെട്ടെന്നൊരാഗ്രഹം വാഴയിലയിൽ പൊതിഞ്ഞ് കഴിക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതേ ഉണ്ണിയും അവളും കൂടെ ചേർന്ന് ഏതോ കാട്ടിൻ്റെ ഇടയിലൊക്കെ പോയിട്ട് ആരുടെയോ വിളയാണ് കേട്ടോ, അവരുടെ അവിടെ ചെന്നിട്ട് ഇതേ വാഴയിലൊക്കെ വെട്ടിക്കൊണ്ട് വന്നു. അവൾക്ക് അതിൽ തന്നെ കഴിക്കണം. ഞാൻ പറഞ്ഞു നോക്കി പ്ലേറ്റിൽ കഴിച്ചാൽ പോരെ, ഇല്ലാന്ന്. പിന്നെ കുഴപ്പമില്ലല്ലോ, അപ്പുറത്ത് വാഴയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഇലയൊക്കെ മുറിച്ചുകൊണ്ട് വന്നു. അങ്ങനെ വാഴയിലേക്ക് പറിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ ബിരിയാണി എല്ലാം അതിൽ പൊതിഞ്ഞ് വെക്കാൻ വിചാരിച്ചു. ചൂടുള്ളപ്പോൾ തന്നെ വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് നല്ല പിടിക്കുമല്ലോ. അപ്പോൾ നമ്മൾ വാഴയിലെല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് വന്നു. ബിരിയാണി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. ഒന്നിനോടൊന്നും ഒട്ടാതെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ബിരിയാണി ചൂടോടെ തന്നെ നമ്മൾ വാഴയിലെടുത്ത് പൊതിയാനായിട്ട്. അപ്പോൾ അപർണയ്ക്ക് കിഴി ബിരിയാണിയാണ് കഴിക്കണമെന്ന് പറഞ്ഞത്. പക്ഷേ എനിക്ക് കിഴി കെട്ടാനായിട്ട് അറിഞ്ഞൂടാ. കാരണം അറിഞ്ഞൂടാന്നല്ല, നമ്മുടെ ആ വാഴയിലേക്ക് പൊട്ടി പോകുന്ന പോലെ തോന്നിയതുകൊണ്ട് ഞാൻ നോർമലായിട്ട് ഞാൻ മടക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇപ്പോൾ മടക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ എനിക്ക് ഉണ്ണിക്ക് അപർണയ്ക്ക് നമ്മൾ 3 പേരും വാഴയിലയിൽ പൊതിഞ്ഞ് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 1 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കഴിക്കാനായിട്ട് എടുത്തത്. വാഴയില തുറന്നപ്പോൾ തന്നെ നല്ല മണമായിരുന്നു കേട്ടോ, നല്ല അടിപൊളിയായിരുന്നു ബിരിയാണി. നമ്മൾ കുറച്ചേ വെച്ചിട്ടുണ്ടായിരുന്നു, കാരണം അരന്തണ്ണൊന്നും വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ കുറച്ചാണ് വെച്ചത്, ഉച്ചക്കത്തേക്ക് മാത്രം. അതുകൊണ്ടായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതുപോലെ വാഴയിലയിൽ വെച്ച് കഴിച്ചു നോക്കുക. ബിരിയാണിയൊക്കെ കഴിച്ചൊരു കുഞ്ഞുറക്കമൊക്കെ ഉറങ്ങി ഞാനും അപർണയും കൂടെ ചേർന്നിട്ട്. അങ്ങനെ ഞങ്ങൾ ഉറങ്ങി എണീറ്റിട്ട് ഇപ്പം നമ്മൾ ഗോപികയുടെ അങ്ങോട്ടാണ് കേട്ടോ പോകുന്നത്. അപർണ എൻ്റെ ഡ്രസ്സാണ് മോഷ്ടിച്ചെടുത്തിട്ടിരിക്കുന്നത്. ഗോപിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഷോർട്സിലൊക്കെ ചിക്കൻ ബോക്സ് വന്ന കാര്യം. അപ്പോൾ അവൾക്ക് മാറിയപ്പം അടുത്ത് അവളുടെ അമ്മയ്ക്ക് വന്നു, ആൻറ്റിക്ക് വന്നു. അപ്പോൾ വീട്ടിലാരും ഇല്ല, ഒരു മെഡിസിൻ വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ ഞാനും അപർണയും കൂടെ ചേർന്നിട്ടാണ് വാങ്ങിക്കാമെന്ന് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ നേരെ ഇപ്പോൾ ഫാർമസിയിലോട്ടാണ് പോകുന്നത്. അവിടെ ചെന്ന് മെഡിസിൻ വാങ്ങിച്ചിട്ട് ഗോപിയുടെ വീട്ടിലോട്ടൊന്ന് കൊണ്ടു കൊടുക്കണം. ഞങ്ങൾ ഗോപികയുടെ വീട്ടിൽ പോകുന്ന വഴിക്ക് അതിന് മുന്നേ തന്നെ ഒരു ബേക്കറി ഉണ്ട് കേട്ടോ. അപ്പോൾ വിചാരിച്ച് എന്തെങ്കിലും ഒരു ലൈറ്റായിട്ട് കേക്ക് കഴിച്ചിട്ട് പോകാൻ വിചാരിച്ചു. അപർണയ്ക്ക് എനിക്ക് ഈ പേസ്ട്രീസൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ഒരു കേക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞാൽ അവിടെ നിർത്തി. അങ്ങനെ അത് അവിടെ കയറിയിരുന്നു കേട്ടോ. പെട്ടെന്ന് നമ്മൾ തീരുമാനിച്ച് ഓടി തന്നെ അവിടെ പോയി കയറി നമ്മൾ.
ഞാനൊരു റെഡ് വെൽവെറ്റിൻ്റെ കേക്കും അവളൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും ഞാനൊരു ഓറഞ്ച് ജ്യൂസും അവളൊരു ഷാർജയാണ് കേട്ടോ പറഞ്ഞത് കഴിക്കാനായിട്ട്. മധുരം എല്ലാം കൂടെ കഴിച്ചപ്പോൾ ചെറുതായിട്ട് മത്ത് പിടിക്കുന്ന പോലെ തോന്നി. അതുകൊണ്ട് നമ്മളത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 കട്ട്ലറ്റ് വാങ്ങിച്ചു. ഇവിടുത്തെ കട്ട്ലറ്റ് നല്ല അടിപൊളിയുണ്ടോ. 2 ചിക്കൻ കട്ട്ലറ്റാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഇതുമായിട്ട് കോമ്പൻസേറ്റ് ചെയ്ത് പോകുമെന്ന് പറഞ്ഞിട്ട് അതും വാങ്ങിച്ച് കഴിച്ചു. അങ്ങനെ വാങ്ങിച്ചതെല്ലാം നല്ല അടിപൊളിയായിട്ട് കഴിച്ചതിന് ശേഷം ഞങ്ങളവിടെ നിന്ന് ബില്ലൊക്കെ പേ ചെയ്തിട്ട് നേരെ ഇനി ഗോപികയുടെ വീട്ടിലാണ് പോവേണ്ടത്. ഗോപി കുറേ നേരം കൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എപ്പോഴേ ഇറങ്ങിയത് കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിവിടെ കയറുന്ന കാര്യം അവളോട് പറഞ്ഞില്ല. അപ്പോൾ ദേ ഇവിടെ നിന്ന് നേരെ ഗോപികയുടെ വീട്ടിലോട്ടാണ് ഇനി പോകുന്നത്. അങ്ങനെ നമ്മൾ ഗോപികയുടെ വീട്ടിലോട്ട് എത്തി. അപ്പോൾ എനിക്ക് ഓൾറെഡി ചിക്കൻ ബോക്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം വന്നാൽ ഇനി വരൂല എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ അപർണയ്ക്ക് ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് അപർണ ബാക്കിലാണ് നിന്നത്. കാരണം അവൾക്ക് ഇനി ഓഫീസിലൊക്കെ പോകണം, പിന്നെ അവിടെയും കൂടെ എല്ലാവർക്കും കൊടുക്കുമെന്ന് വിചാരിച്ച് അവൾ അവിടെ നിന്നു. അപ്പോൾ ഞാനാണ് വീട്ടിൽ കൊണ്ട് കൊടുക്കുന്നത്. അങ്ങനെ ഗോപികയുടെ വീട്ടിൽ മരുന്നെല്ലാം കൊടുത്തതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ചെറുതായിട്ട് ഈ കാർമേഘമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മഴ പെയ്യാൻ പോവുകയാണെന്നാണ് തോന്നുന്നത്. അതിന് മുന്നേ നമുക്ക് വീട്ടിലോട്ട് പോകണം. അപ്പോൾ ഈ ഒരു കുട്ടി ലോങ് വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കണം. എനിക്കറിയാം ടൈം കുറഞ്ഞു പോയെന്ന്. അടുത്ത വീഡിയോസിൽ എന്തായാലും ടൈമിങ് കൂട്ടിയിടാൻ നോക്കാം. ഇപ്പോൾ കുറച്ച് ബിസി ആയതുകൊണ്ടാണ് നമുക്ക് ഷോർട്ട് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാത്തത്, നമ്മുടെ ഷോർട്സ് ഒന്നും ഇടാൻ പറ്റാത്തത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ അതെന്തായാലും റെഗുലറായിട്ട് ഇടാൻ നോക്കാം. ഒരുപാട് പേര് മിസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഞാൻ മാക്സിമം ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.